മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. നാളെയാണ് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിവരങ്ങളുമായി നവമി ദിനേശാണ് ചേരുന്നത്. നവമി, എന്തൊക്കെ കാര്യങ്ങളാണ് തോമസ് ഐസക് ആവശ്യപ്പെടുന്നത്? ഏതൊക്കെ കാര്യങ്ങളിലാണ് തോമസ് ഐസക് സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്? ഒപ്പം അദ്ദേഹത്തിന് നാളെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ഇഡി നോട്ടീസും നൽകിയിട്ടുണ്ട്. അശ്വതി, ഗുഡ് മോർണിംഗ്. തോമസ് ഐസക്കിനെ സംബന്ധിച്ച് ഇന്ന് നിർണായകമായൊരു ദിവസമാണ്. ഇത് 7ാമത്തെ തവണയാണ് ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇഡി തോമസ് ഐസക്കിന് സമൻസ് അയക്കുന്നത്. പക്ഷേ ഇതിനു മുൻപ് തന്നെ തോമസ് ഐസക് പരസ്യമായി പറഞ്ഞതാണ് താൻ ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല എന്ന്. ഇതിനു മുൻപ് കോടതിയെ സമീപിച്ചപ്പോഴും വീണ്ടും സമൻസ് അയക്കുന്നത് ഒരു കോടതിയലക്ഷ്യ നടപടിയാണെന്നും തോമസ് ഐസക് പരസ്യമായി തന്നെ ഇഡിയെ വിമർശിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് കോടതിയിൽ ഹർജി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കോടതി പ്രധാനമായും ഉന്നയിക്കുക എന്നതാണ് ഉറ്റുനോക്കുന്നത്. തോമസ് ഐസക്കിന്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ ഇപ്രകാരമാണ്. ഇഡിയുടെ നടപടി കോടതിയോടുള്ള അനാദരവാണ്. നിലവിൽ LDF സ്ഥാനാർത്ഥിയാണ്, തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ തന്റെ ഈ ഒരു ഇഡിയുടെ ചോദ്യം ചെയ്യലിന് മുന്നിൽ താൻ ഹാജരായി കഴിഞ്ഞാൽ അത് തന്റെ പ്രതിച്ഛായയെ ബാധിക്കും. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിൽ അത് തനിക്ക് പ്രതികൂലമായി ബാധിക്കുമെന്നത് കാര്യം കൂടി തോമസ് ഐസക് ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള, തന്റെ സ്ഥാനാർത്ഥിത്വത്തെ അട്ടിമറിക്കാനുള്ളൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു നടപടിയാണ് ഇഡിയുടേത് എന്നും പ്രധാനമായും തോമസ് ഐസക് ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ കിഫ്ബിക്ക് ഇഡി ആവശ്യപ്പെട്ട രേഖകളെല്ലാം കിഫ്ബി ഇതിനോടകം തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്തിനാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് എന്നതൊരു കാര്യം കൂടിയാണ് തോമസ് ഐസക് ചോദിക്കുന്നത്. പക്ഷേ ഇഡി പ്രധാനമായും കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് കിഫ്ബി മസാല ബോണ്ട് ഫണ്ട് വിനിയോഗത്തിൽ തോമസ് ഐസക്കിന് ഒരു സുപ്രധാനമായ പങ്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ തുടർച്ചയായുള്ള സമൻസ് നൽകുമ്പോൾ പോലും കടുത്ത മുഖം തിരിക്കലാണ് തോമസ് ഐസക് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. ഇഡിയുടെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുകൂടി ഇഡി കോടതിയിൽ ഹർജിയിൽ പറയുന്നുണ്ട്, കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി പറഞ്ഞത് തോമസ് ഐസക്കിന് തീരുമാനിക്കാം ചോദ്യം ചെയ്യലിന് ഹാജരാകണമോ വേണ്ടയോ എന്ന് കഴിഞ്ഞ തവണ ഹൈക്കോടതി അറിയിച്ചിരുന്നു. പക്ഷേ ഇത്തവണ ഹർജി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കോടതി പറയുക എന്നതാണ് ഉറ്റുനോക്കുന്നത്. മറ്റൊരു കാര്യം, ഇതിനു മുൻപ് തന്നെ ഇഡിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതിയിൽ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി അന്നൊരു വാദം ഉന്നയിച്ചിരുന്നു. അന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു ഇത്തരം ഇഡി ചോദ്യം ചെയ്യലിനൊക്കെ ഹാജരാകേണ്ടതാണ്, അതൊരു നിയമ സംവിധാനമാണ്, അവരെ ബഹുമാനിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ അവർ ആവശ്യപ്പെടുന്ന രേഖകൾ ഹാജരാക്കാനും അതോടൊപ്പം ചോദ്യം ചെയ്യലിന് ഹാജരാകാനുമുള്ളൊരു അവകാശമുണ്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്വമുണ്ടെന്ന് കോടതി അന്ന് പറഞ്ഞു വെച്ചിരുന്നു. അത് ഇത്തവണ തോമസ് ഐസക്കിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ അത്തരത്തിലൊരു വാദം തന്നെ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉത്തരവ് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എങ്കിൽ തോമസ് ഐസക്കിനും സർക്കാരിനും അതൊരു വലിയൊരു തിരിച്ചടിയായിരിക്കും. കാരണം ഇലക്ഷനൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തോമസ് ഐസക് ഇഡിക്ക് മുന്നിൽ ഹാജരായാൽ അത് പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ അതൊരു ആയുധമായി ഉപയോഗിക്കും. അതോടൊപ്പം നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിലും ഇഡിയുടെ ചോദ്യം ചെയ്യൽ പലതവണ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. സമൻസിനോടൊക്കെ അദ്ദേഹം മുഖം തിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. പിന്നീടാണ് ഇഡി അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നതും. അത്തരത്തിലുള്ള ഒരു നീക്കമാണോ ഇനി ഇഡിയുടെ ഭാഗത്തു നിന്നും തോമസ് ഐസക്കിന് നേരെ ഉയരുക എന്നതും ഏറെ നിർണായകമാണ്. അശ്വതി. ശരി, നവമി ദിനേശാണ് കൊച്ചിയിൽ വിവരങ്ങൾ നൽകിയത്.